Assalamu alaikum warahmatullah. Good morning to all. Today we are going to discuss Refugee Blues, written by W.H. Auden. He was born in 1907 in York as the son of George Augustus Auden, a doctor, and Constance Rosalie Auden. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ഡോക്ടറായിരുന്നു, ജോർജ് ഓഗസ്റ്റസ് ഓഡൻ. മദർ എ മിഷണറി നേഴ്സ്, കോൺസ്റ്റൻസ് റോസലി ഓഡൻ. അദ്ദേഹം വളർന്നത് നോർത്ത് ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിഡ്ലാൻഡ്സിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോയട്രിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയറ്റിക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് അവിടെയുള്ള ഇൻഡസ്ട്രിയൽ സിറ്റീസൊക്കെയാണ്. ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഹിസ് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് അറ്റ് ഓക്സ്ഫോർഡ്, ആ സമയത്താണ് അദ്ദേഹം T.S. എലിയട്ട് എന്ന് പറയുന്ന മോഡേൺ പോയറ്റ് അദ്ദേഹത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പോയറ്റിക് ലൈഫിലേക്ക്, ലിറ്റററി കരിയറിലേക്ക് അദ്ദേഹം വരുന്നത്. 1930 അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കളക്ഷനായിരുന്ന പോംസ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് പോയട്രി പബ്ലിഷ് ചെയ്തു. അത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് തന്നെ ഓഡൻ ജനറേഷൻ എന്ന് പറയുന്ന, അതിലൂടെ എന്ത് ചെയ്യണം, ഓഡൻ ജനറേഷൻ എന്ന് പറയുന്ന 3 പോയറ്റ്സ് ആയിട്ടുള്ള സ്റ്റീഫൻ, അതുപോലെ ലൂയിസ്, ഈ സി.ഡെ ലൂയിസ്, ഇതൊക്കെ ഇങ്ങനെ 3 ആളുകൾ കൂടുന്നൊരു ഓഡൻ ജനറേഷൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതിൽ അവരുടെ തീം എന്ന് പറയുന്നത് പോയട്രി എക്സ്പ്രസിങ് ഡിസയർ ഫോർ പൊളിറ്റിക്കൽ ആൻഡ് എത്തിക്കൽ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. അവിടെ റൈറ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത് പൊളിറ്റിക്കൽ റൈറ്റിംഗ് ആയിരുന്നു, പൊളിറ്റിക്കൽ ആൻഡ് എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റ്. അതുപോലെ 1937 അദ്ദേഹം എന്ത് ചെയ്യുന്നു, തോമസ് മാൻ എന്ന് പറയുന്ന ജർമ്മൻ നോവലിസ്റ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകളായിരുന്ന എറിക് മാൻ എന്ന് പറയുന്ന അവളെ കല്യാണം കഴിക്കുകയാണ്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്, ഓൺലി ടു സെക്യൂർ എ ബ്രിട്ടീഷ് പാസ്പോർട്ട്. ഈ ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ നിന്നും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ചെയ്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എല്ലാം മാർക്സിസ്റ്റ് ഐഡിയാസ് ആയിരുന്നു. അതുകൊണ്ട് സ്പാനിഷ് സിവിൽ വാറിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് സാധാരണ ഒരു പൊളിറ്റിക്കൽ റൈറ്റർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല ഭാഗങ്ങളിൽ നിന്നും പല ക്രിട്ടിക്സ്, എഡ്വാർഡ് മെൻഡൽസൺ എന്ന പോലെ ഉള്ള ആളുകളിൽ നിന്നൊക്കെ ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഹി വാസ് ഓഫൺ മോസ്റ്റ് ഡിവൈഡ് വെൻ ഹി അപ്പിയർ മോസ്റ്റ് കമ്മിറ്റഡ് ആവുന്ന സമയത്ത് ഡിവൈഡഡ് ആണ് എന്ന് വരെ പറയുന്നൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അവസാനം അബാൻഡനിങ് പൊളിറ്റിക്സ്, അദ്ദേഹം അവസാനം പൊളിറ്റിക്സൊക്കെ ഒഴിവാക്കിയിട്ട് ലെഫ്റ്റ് ഇംഗ്ലണ്ട് ആൻഡ് മൂവ് ടു യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അദ്ദേഹം മൂവ് ചെയ്യുന്നു. 1937 അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്ന ക്രിസ്റ്റഫർ ഐഷർവുഡ് എന്ന് പറയുന്ന ആളുടെ കൂടെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോവാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലെ പെർഫോമൻസ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് ലഭിക്കുകയാണ്. ദി ഏജ് ഓഫ് ആങ്സൈറ്റി എന്ന് പറയുന്ന 1947 അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അതിനാണ് ആൻഡ് ദ നാഷണൽ ബുക്ക് അവാർഡ് ഫോർ ദി ഷീൽഡ് അക്കില്ലസ് 1955. ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഈ ഒരു സമയത്താണ്. അതായത് ബൊഹീമിയൻ ലൈഫാണ് ആ സമയത്ത് അദ്ദേഹം ന്യൂയോർക്കിൽ ലീഡ് ചെയ്തിരുന്നത്. ബൊഹീമിയൻ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, സമാന മനസ്കരായിട്ടുള്ള ആർട്ടിസ്റ്റ് ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കുക, അതാണ് ബൊഹീമിയൻ ലൈഫ്. എന്തായാലും ചെസ്റ്റർ കോൾമാൻ അങ്ങനെ പോലെയുള്ള ആളുകളുടെ കൂടെ അദ്ദേഹം ആ സമയത്ത് ജീവിച്ചിരുന്നത്. 1956 അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ്, വീണ്ടും കം ബാക്ക് ടു ഇംഗ്ലണ്ട്. അദ്ദേഹം വരാൻ കാരണം പ്രൊഫസർ ഓഫ് പോയട്രി അറ്റ് ഓക്സ്ഫോർഡിലെ പ്രൊഫസർ ഓഫ് പോയട്രി എന്ന ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വീണ്ടും തിരിച്ചു വരികയാണ്. 1958 കോൾമാൻ മൂവ് ടു ഓസ്ട്രിയ ആൻഡ് സെറ്റിൽഡ് ഇൻ എ വില്ലേജ് നിയർ വിയന്ന. അതായത് കോൾമാൻ്റെ കൂടെ അദ്ദേഹം എന്ത് ചെയ്യാണ്, വീണ്ടും ഓസ്ട്രിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. അവിടെ ഒരുപാട് എഡിറ്റിങ്ങും അതുപോലെ ട്രാൻസ്ലേഷനും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. 1973 ഹി ഡൈഡ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഇൻ ഹോട്ടൽ വിയനയിലൊരു ഹോട്ടലിൽ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് മൂലമാണ് അദ്ദേഹം മരിക്കുന്നത്. ഇത്രയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോയട്രി ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പോയട്രീസ് ഉണ്ട്. ഈ റെഫ്യൂജി ബ്ലൂസിന് പുറമെ സ്പെയിൻ, ഇൻ മെമ്മറി ഓഫ് W.B. Yeats നിങ്ങൾ പഠിച്ചായിരിക്കും, സെപ്റ്റംബർ 1939, മ്യൂസിക് ഡേസ് ബോക്സ് ആർട്സ്, അൺനോൺ സിറ്റിസൺ, ന്യൂയോർക്ക് ലെറ്റർ, ഷീൽഡ് അക്കില്ലസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ട് അറിയപ്പെടുന്ന മറ്റ് റൈറ്റിങ്സ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഫസ്റ്റ് വേൾഡ് വാർ യൂറോപ്പ്, അതായത് ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ റൈറ്റിങ്സ് എല്ലാം ഈ ഒരു മോഡേൺ റൈറ്റിങ്ങിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരുപാട് റൈറ്റിങ്സുകളാണ്. അതായത് പിന്നെ
പോസ്റ്റ് ഫസ്റ്റ് വേൾഡ് വാർ, മോഡേൺ ടൈം എന്ന് പറയാം. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പോയട്രി എല്ലാം വളരെ പ്രൊമിനൻ്റ് ആയിട്ട് അറിയപ്പെടുന്നതാണ്. ദ ഫ്രീക്വൻറ്റ് ചേഞ്ച് ഓഫ് ദി പൊളിറ്റിക്കൽ സ്റ്റാൻസ് കപ്പിൾഡ് വിത്ത് വെഴ്സറ്റൈൽ ഫോംസ് ആൻഡ് തീംസ് മേക്ക് ഓഡൻ അൺക്ലാസിഫയബിൾ ഇൻ ദി ലേറ്റർ ഫേസ്. ഇപ്പോഴും അദ്ദേഹത്തെ നമ്മൾ ഇങ്ങനെ ഓർക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി ഓഫ് റൈറ്റിംഗ് ആണ്. അത് പൊളിറ്റിക്സിന് വേണ്ടി ഇന്ന് പിന്നീട് അതിൽ നിന്ന് മാറുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു വേഴ്സറ്റാലിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈവിധ്യമാർന്ന എഴുത്തുകളാണ് അദ്ദേഹത്തെ ഇങ്ങനെ വ്യത്യസ്തനാക്കുന്നത്. എനിവേ, ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അവർ കൺസേൺ ഫോർ ദി റൈറ്റ്സ് ഓഫ് വേരിയസ് മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി അദ്ദേഹം, അത് ഇൻഡിവിജ്വൽസ് ആണെങ്കിലും കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും, അതൊക്കെ അദ്ദേഹത്തിൻ്റെ തീമിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. റിട്ടേൺ ഇൻ മാർച്ച് 1939, later included in 10 songs during the Third Reich in Germany. Third Reich in Germany എന്ന് പറയുന്നത് ഈ ഒരു ഹിറ്റ്ലറിൻ്റെ ഒരു കാലത്തെയാണ്. ആൻറ്റിസെമിറ്റിസം വാസ് ഇറ്റ്സ് റേജിങ് പീക്ക്. ആൻറ്റിസെമിറ്റിസം ഒരുപാട് വളരുന്നൊരു സമയമാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോഴാണ് ഈ റെഫ്യൂജി ബ്ലൂസ്. അത് laments the sharp plight of the Jews who were threatened to leave the country before the Holocaust, to the modern democracies and indifference and antagonism they faced. അവർക്ക് ഈ ഒരു ജർമ്മനി അവർ വിട്ടുപോകാൻ നിർബന്ധിതരാവുകയും ഹോളോകാസ്റ്റിനൊക്കെ മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവുകയും അങ്ങനെ പല മോഡേൺ ഡെമോക്രസി കൺട്രികളിൽ നിന്നും അവർക്കുണ്ടായിട്ടുള്ള ഇൻഡിഫറൻസും അതുപോലെ ആൻറ്റിഗണിസം, അവർക്ക് അവിടേക്ക് പുതിയ റെഫ്യൂജീസ് ആയിട്ട് വരുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന എന്താ പറയുക, ആ ഒരു ഇൻഡിഫറൻസും അതുപോലെ എതിർപ്പുകളും അതൊക്കെയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വൈൽ സീക്കിംഗ് അസൈലം, അതായത് ചില സ്ഥലങ്ങളിൽ അഭയം തേടി വരുമ്പോൾ അവിടെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. ദ പോം ഈസ് ഓഫൻ കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദി ജ്യൂസ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിലെ ജ്യൂസ് നേരിട്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നത്. ഹു സ്റ്റാൻഡ്സ് ഫോർ ദി മൈഗ്രൻസ്, എപ്പോഴും ഇദ്ദേഹം മൈഗ്രൻസിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നിലകൊണ്ടത്. ദ മൈനോറിറ്റീസ് ആൻഡ് ദി പെർസ്ക്യൂട്ടഡ്, അതുപോലെ തന്നെ ന്യൂനപക്ഷവും ഇന്ന് പീഡനം അനുഭവിക്കുന്നവർക്കും വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലുണ്ടായിരുന്നത്. ഹു വേർ ബ്രൂട്ടലി കൺസേൺ, അവരെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. Imprisoned and killed under Hitler and more cruelly ignored by the great secular democracies of the world. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഒരുപാട് ആളുകൾ ഇംപ്രിസൺ ചെയ്യുന്നുണ്ട്, അതുപോലെ ഹോളോകോസ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ക്രൂവലായിക്കൊണ്ടാണ് അവിടെ ഒരുപാട് ആളുകളെ ഹിറ്റ്ലറിൻ്റെ കാലത്ത് കൺസിഡർ ചെയ്ത് ഈ ജ്യൂസിനെ, പ്രത്യേകം ജ്യൂസിനെ മോർ ക്രൂവലി ഇഗ്നോർഡ് ബൈ ദി ഗ്രേറ്റ് സെക്യുലർ ഡെമോക്രസി ഓഫ് ദി വേൾഡ്. ആ സമയത്ത് ഒരുപാട് ഡെമോക്രാറ്റിക് വേൾഡ് ഒരുപാടുണ്ട്, ഇവരെ ഇഗ്നോർ ചെയ്യുകയാണ്, ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ആരൊന്നും ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരത, ഈ ഹോളോകോസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ലായിരുന്നു എന്തായാലും. അപ്പോൾ റിട്ടൺ ഇൻ 12 സ്റ്റാൻസാസ് ഓഫ് 3 ലൈൻസ്, ഇതിൽ ഈ പറയുന്ന നമ്മൾ പോയട്രി പഠിക്കാൻ പോകുന്നത് റെഫ്യൂജി ബ്ലൂസ് ഒക്കെ 3 ലൈൻസ് ആയിട്ടാണ്. ഒരു സ്റ്റാൻസ് 3 ലൈൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദി റൈം സ്കീം ഓഫ് എ എ ബി എന്നാണ് ഇതിൻ്റെ റൈം സ്കീം. ദി പോം ഈസ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഇൻ ദി പ്രസൻറ്റ് ദി ഗ്ലോബൽ കോണ്ടക്സ്റ്റ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ആധുനിക ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ മൈഗ്രേഷൻ, അല്ലേ? ഒരുപാട് ഇപ്പോൾ സിറിയൻ അഭയാർത്ഥികൾ മറ്റൊക്കെ ആയിട്ട് ഒരുപാട് മൈഗ്രേഷൻ ഇന്ന് നടക്കുന്ന ഒരു സമയമാണ്. ഒരു ബേണിംഗ് പ്രോബ്ലം ആയിക്കൊണ്ട് ഈ ആധുനിക നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ ഡെമോക്രസി പല ഭാഗങ്ങളുണ്ടായിട്ടും ഒരുപാട് ആളുകൾ ഇന്ന് റെഫ്യൂജീസാണ്. പല രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ നമുക്കറിയാം, പല ഭാഗങ്ങളിൽ നിന്ന് റെഫ്യൂജീസായിട്ട് എത്തുന്ന ആളുകൾ. അപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ കടലിൽ മരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ്, അവിടെ അവർക്ക് പിന്നെ എന്താ പറയുക, ഷോൺ ദി ഡോർ ഓഫ് എക്സിറ്റ് ഫ്രം മെനി കൺട്രീസ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കുകയാണ്. എന്തായാലും ദ സ്പീക്കർ ഓഫ് ദി പോം ഈസ് എ ജൂയിഷ് റെഫ്യൂജി. ഇവിടെ നമ്മൾ കാണുന്ന ഇതിലെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു റെഫ്യൂജി ആണ്, ഒരു ജൂയിഷ് റെഫ്യൂജിയാണ്. ഹു ഈസ് അഡ്രസ്സിങ് ഹിസ് ലവർ അബൌട്ട് ദി ആബ്സിബിൾ പ്ലൈറ്റ് ഓഫ് ദി റെഫ്യൂജീസ് ഓഫ് ദി വേൾഡ്. അദ്ദേഹത്തിൻ്റെ പ്രിയതമയോട് ഈ ഒരു റെഫ്യൂജികളുടെ അവസ്ഥയെക്കുറിച്ച്, ആ ഒരു എന്താ പറയുക, അവിടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതാണ് നമ്മുടെ പോയം എന്ന് പറയുന്നത്. ദ ടേം ബ്ലൂസ് ഓഫ് ദി ടൈറ്റിൽ സ്റ്റാൻഡ്സ് ഫോർ എ സോങ് ദ ലെമൻസ് ആൻഡ് ഈവൻറ്റ് വിച്ച് ഈസ് ഡിപ്രസിങ്. എന്തെങ്കിലും ഡിപ്രസിങ് ഈവൻറ്റിനെ കുറിച്ച് എഴുതുന്നതാണ് ബ്ലൂസ് എന്ന് പറയുന്ന സംഭവം. എ മീറ്റർ ദാറ്റ് ഓഡൻ യൂസ്ഡ് ഇൻ പോംസ് ലൈക്ക് കലിപ്സോ. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പോട്രയുള്ള കലിപ്സോ എന്ന് പറയുന്നതിലൊക്കെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു മീറ്ററാണ്.
ആൻഡ് വൺ ദാറ്റ്സ് അമേരിക്കൻ ബ്ലാക്സ് യൂസ്ഡ് ഇൻ ദെയർ പ്രൊട്ടസ്റ്റ് പോയട്രി. അതുപോലെ തന്നെ അമേരിക്കൻ ബ്ലാക്സ് ഇപ്പോൾ ഇന്നൊക്കെ നമ്മൾ കാണുന്നതാണ് അവരുടെ പ്രൊട്ടസ്റ്റ് പോയട്രിയിലെല്ലാം ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെയുള്ള ശൈലികളാണ്. ദ റെപ്പിറ്റീഷൻ ഓഫ് ദി ഫ്രേസസ് ഓഫ് ദി ലാസ്റ്റ് ലൈൻസ് ഓഫ് ഈച്ച് ഓഫ് ദി സ്റ്റാൻസസ് ആൻഡ് ദി ഇൻസേർഷൻ ഓഫ് മൈ ഡിയർ. ഇടയ്ക്കൊക്കെ ഈ ഇതിൽ ഒരു കാണാൻ പറ്റും ഓരോ അവസാനത്തെ വരി ഇത് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ മൈ ഡിയർ എന്നിങ്ങനെ അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ മേക്സ് ദ പോം റിയലി വെരി ടച്ചിങ്, നല്ല ടച്ചിങ് ആയിട്ടത് അതുപോലെ ഇമോഷണലായിട്ടും പവർഫുള്ളായിട്ടും പോയട്രിയെ മാറ്റുന്നത് ഈ ഒരു സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ. എന്തായാലും നമുക്ക് പോയട്രിയിലേക്ക് പോയി നോക്കാം. സേ ദി സിറ്റി ഹാസ് 10 million souls. ഒരു 10 million സോൾസ്, അത്ര ആളുകൾ ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നു. സം ആർ ലിവിങ് ഇൻ മാൻഷൻസ്, ചില ആളുകളൊക്കെ വലിയ കൊട്ടാരം ബംഗ്ലാവുകളിലാണ് ജീവിച്ചത്. സം ആർ ലിവിങ് ഇൻ ഹോൾസ്, ചില ആളുകളാണെങ്കിലും വളരെ താഴ്ന്ന രീതിയിലാണ്. ഹോൾസ് എന്ന് പറയുമ്പോൾ തന്നെയാണ് പരിതാപകരമായ അവസ്ഥയിലാണ് അവർ ചില ആളുകൾ ജീവിച്ചിരുന്നത്. ബംഗ്ലാവിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ. യെറ്റ് ദർ ഇസ് നോ പ്ലേസ് ഫോർ അസ്, അങ്ങനെയൊക്കെയാണെങ്കിലും ദർ ഇസ് നോ പ്ലേസ് ഫോർ അസ് മൈ ഡിയർ, യെറ്റ് ദർ ഇസ് നോ പ്ലേസ് ഫോർ അസ്, നമുക്കവിടെ സ്ഥാനമില്ല. ജ്യൂസിന് അവിടെ നിന്ന് അവരെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിനിടയിലൊക്കെ ഈ പണക്കാരനായാലും പണം ഇല്ലാത്തവനായാലും ഇവർക്ക് എന്തില്ല. യെസ് ദർ ഇസ് നോ പ്ലേസ് ഫോർ അസ്. വൺസ് വി ഹാഡ് എ കൺട്രി ആൻഡ് വി തോട്ട് ഇറ്റ് ഫെയർ. ഒരു കാലത്ത് നമുക്കൊരു രാജ്യം ഉണ്ടായിരുന്നു. ലുക്ക് ഇൻ ദി അറ്റ്ലസ് യു വിൽ ഫൈൻഡ് ഇറ്റ് ദേർ. അറ്റ്ലസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു കാലത്ത് ദർ വാസ് എ കൺട്രി ഫോർ അസ്. അറ്റ്ലസ് എന്ന് അറിയാലോ അല്ലേ, മാപ്പ് ഇതിൽ നോക്കുമ്പോൾ നമുക്കൊരു കാലത്ത് നമുക്കവിടെ ഒരു രാജ്യം ഉണ്ടായിരുന്നു. വി കനോട്ട് ഗോ ദർ നൗ മൈ ഡിയർ, വി കനോട്ട് ഗോ ദർ നൗ. ഇപ്പോൾ നമുക്കവിടെ പോകാൻ വയ്യ, ഇപ്പോൾ നമ്മുടേതല്ലാതായി മാറിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ജ്യൂസിന് വേണ്ടിയിട്ടുള്ള കൺട്രീസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർക്കൊരു കൺട്രി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇൻ ദി വില്ലേജ് ചേർച്ച് യാർഡ് ദ ഗ്രോസ് ആൻഡ് ഓൾ ദി ഹ്യൂ എവറി സ്പ്രിങ് ഇറ്റ് ബ്ലോസം അന്യൂ. ഓരോ വസന്തത്തിലും ഓരോ സ്പ്രിങ്ങിലും ചെയ്യുന്നുണ്ട് അവിടെ ഇങ്ങനെ ആ യു ട്രീ എന്ന് പറയുന്നത് ഒരു നേച്ചറിലെ സിമ്പലാണ്, അതവിടെ ഉണ്ടായിരുന്നു. ഓരോ സ്പ്രിങ്ങിലും അതങ്ങനെ ബ്ലോസം ചെയ്യുന്നുണ്ട്. ബട്ട് ഓൾഡ് പാസ്പോർട്ട്സ് ക്യാൻ ഡു ദാറ്റ്. ഓൾഡ് പാസ്പോർട്ട് നമുക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കവിടെ എൻട്രി ഇല്ല മൈ ഡിയർ. ഓൾഡ് പാസ്പോർട്ട് ക്യാൻ ഡു ദാറ്റ്. ദി കോൺസൽ ബാങ്ക്ഡ് ദ ടേബിൾ ആൻഡ് സെറ്റ്. അപ്പോൾ അവരിങ്ങനെ പോകുന്ന സമയത്ത് കോൺസുലേറ്റ് ഒക്കെ അറിയാമല്ലോ, മറ്റ് രാജ്യത്തുള്ള ആളുകളെ പ്രതിനിധീകരിച്ചിട്ടുണ്ടാകുന്ന ആളുകൾ. ഇഫ് യു ഹാവ് ഗോട്ട് നോ പാസ്പോർട്ട് യു ആർ ഒഫീഷ്യലി ഡെഡ്. നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചവർക്ക് തുല്യമാണ്. ബട്ട് വി ആർ സ്റ്റിൽ അലൈവ് മൈ ഡിയർ, ബട്ട് വി ആർ സ്റ്റിൽ അലൈവ്. അവർ പറയുന്നത് നമുക്ക് പാസ്പോർട്ടിൽ അപ്പോൾ നമ്മൾ മരിച്ചതിന് തുല്യമാണ്, പക്ഷേ നമ്മളെന്താണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. മൈ ഡിയർ വി ആർ സ്റ്റിൽ അലൈവ്. വെൻറ്റ് ടു എ കമ്മിറ്റി ദേ ഓഫേർഡ് മീ എ ചെയർ ആസ്ക്ഡ് മീ പൊളൈറ്റ്ലി ടു റിട്ടേൺ നെക്സ്റ്റ് ഇയർ. അങ്ങനെ ഇവിടെ കമ്മിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടീമിനെയാണ്. ഞാനെന്ത് ചെയ്യാണ്, ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അവർ പറയുന്നത് ഇവൻറ്റ് കമ്മിറ്റി ദി ഓഫർഡ് മീ എ ചെയർ, അവിടെ ഒരു പൊസിഷൻ എനിക്ക് ഓഫർ ചെയ്യാണ്. ആസ്ക്ഡ് മീ പൊളൈറ്റ്ലി ടു റിട്ടേൺ നെക്സ്റ്റ് ഇയർ. അവർ പറയുന്നതാണ് അടുത്ത വർഷം വരാം. പക്ഷേ ബട്ട് വേർ ഷാൾ വി ഗോ ടുഡേ, ഇന്ന് നമ്മളിവിടെ പോകും മൈ ഡിയർ, ബട്ട് വേർ ഷാൾ വി ഗോ ടുഡേ. അപ്പോൾ ഒരു കമ്മിറ്റിയിലാണെങ്കിലും അവർക്ക് എന്തില്ല, അവർക്കും അവിടെ എൻട്രി തരുന്നില്ല. കെയിം ടു എ പബ്ലിക് മീറ്റിംഗ് ദ സ്പീക്കർ ഗോട്ട് അപ്പ് ആൻഡ് സെറ്റ്. ഇനി ഒരു പബ്ലിക് മീറ്റിംഗിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആ സ്പീക്കർ എണീറ്റ് എന്നിട്ട് പറയും ഇഫ് വി ലെറ്റ് ദം ഇൻ ദേ വിൽ സ്റ്റീൽ അ ഡെയിലി ബ്രെഡ്. അവർക്ക് നമ്മളിപ്പോൾ ഇവിടെ അസൈലം കൊടുത്തു കഴിഞ്ഞാൽ, അവരെ നമ്മളിപ്പോൾ അഭയാർത്ഥികളായിട്ട് ഇവിടെ സ്വീകരിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മെ ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളും പറയല്ലേ അഭയാർത്ഥികളായി വരുന്ന ആളുകൾ സ്റ്റീൽ ചെയ്യുന്നു, എല്ലാവരും അങ്ങനെയാണെന്ന രീതിയിൽ കാഴ്ചപ്പാടുണ്ടാവും. അവർ നമുക്കുള്ളത് പോലും അവർ കട്ടുകൊണ്ടുപോകുന്നൊരവസ്ഥ വരുന്നത്. യു വാസ് ടോക്കിംഗ് ഓഫ് യു ആൻഡ് മീ. അദ്ദേഹം പറയുന്നത് എന്നെയും നിന്നെയും കുറിച്ചാണ്. മൈ ഡിയർ യു വാസ് ടോക്കിംഗ് ഓഫ് യു ആൻഡ് മീ. തോട്ട് ഐ ഹേർഡ് ദ തണ്ടർ റംബ്ലിംഗ് ഇൻ ദി സ്കൈ. ഇറ്റ് വാസ് ഹിറ്റ്ലർ ഓവർ യൂറോപ്പ് സെയിങ് ദേ മസ്റ്റ് ഡൈ. അപ്പോൾ ഞാനിങ്ങൾ കേൾക്കുകയാണ് എന്ത്, ആകാശത്തൂടെ ഒരു എന്താ പറയുക, ഒരു റംബ്ലിംഗ് ആയിട്ട് ഒരു ഇടിമുഴക്കം, ഇടിനാദം പോലെ കേൾക്കുന്നത്. എന്താണിത് ഇടിനാദം എന്ന് പറയുന്നത്? ഹിറ്റ്ലർ ഓവർ യൂറോപ്പ്. ഹിറ്റ്ലർ പറയാണ് ദേ മസ്റ്റ് ഡൈ, അവർ തീർച്ചയായിട്ടും മരിക്കേണ്ടവരാണ്. ഓ വി വർ ഇൻ ഹിസ് മൈൻഡ്. അതെ, നമ്മൾ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മൈ ഡിയർ വി വർ ഇൻ ഹിസ് മൈൻഡ്. സോ എ പുട്ടിൽ ഇൻ എ ജാക്കറ്റ് ഫാഷൻ വിത്ത് എ പിൻ. പുട്ടിൽ എന്ന് പറയുമ്പോൾ എ ഡോഗ്, അതെന്താണ്, അത് ഫാഷൻ വിത്ത് പിൻ. അതുപോലെ സോ എ ഡോർ ഓപ്പൺ ആൻഡ് എ ക്യാറ്റ് ലെറ്റ് ഇൻ.
ക്യാറ്റുണ്ട്, അതുപോലെ നായ, പൂച്ച, ഇതൊക്കെ അവിടെ ഉണ്ട്. ക്യാറ്റിനെ പോലും അവരകത്ത് കയറ്റുന്നുണ്ട്. ഒരു നായക്കാണെങ്കിൽ അതിനൊരു ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുണ്ട്. വി വേർ ഇൻ ദിസ് ബട്ട് ദേ വേർ ഇൻ ജർമ്മൻ ജ്യൂസ്. കാരണം എന്താ വെച്ചാൽ അവർ ജർമ്മൻ ജ്യൂസ് അല്ല. ജർമ്മൻ ജ്യൂസിന് ഒരു നായയുടെ അല്ലെങ്കിൽ ഒരു പട്ടിയുടെ സ്ഥാനം പോലും അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. മൈ ഡിയർ, ബട്ട് ദേ വേർ ഇൻ ജർമ്മൻ ജ്യൂസ്. അവരെന്തല്ല, ജർമ്മൻ ജ്യൂസ് അല്ല. വെൻ ഡൗൺ ദി ഹാർബർ ആൻഡ് സ്റ്റഡ് അപ്പോൺ ദി കേ. നമ്മൾ ഹാർബറിൽ പോയിട്ട്, കേ എന്ന് പറയുമ്പോൾ ഈ കപ്പലൊക്കെ തീരത്തോട് അടുക്കുന്ന ആ ഒരു സ്ഥലം. സോ ദ ഫിഷ് സ്വിമ്മിങ് ആസ് ഇഫ് ദേ വർ ഫ്രീ. ഫിഷൊക്കെ അങ്ങനെ സ്വിം ചെയ്യുന്നുണ്ട് ഫ്രീ ആയ പോലെ. ഓൺലി 10 feet അവേ മൈ ഡിയർ, ഓൺലി 10 feet. വെറും 10 അടി മാത്രമാണത്. അതൊക്കെ നടന്നു പോകുന്നത്, നീന്തി പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് പോകുന്നില്ല. വാക്ക് ത്രൂ എ വുഡ്സ്. ഇനി ഒരു വുഡിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് സോ ബേർഡ്സ് ഇൻ ദി ട്രീസ്. മരങ്ങളിൽ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. ദി ഹാഡ് നോ പൊളിറ്റീഷ്യൻ ആൻഡ് സാങ് അറ്റ് ദർ ഈസ്. അവിടെ ആ കാര്യം പേടിക്കേണ്ടതില്ല, ഒരു പൊളിറ്റീഷ്യൻസ് അവർ കൺട്രോൾ ചെയ്യുന്നില്ല. സോ ദേ സാങ് ആസ് ദർ ഈസ്. അവരോട് ഈസി ആയിക്കൊണ്ട് അവരുടെ കംഫർട്ടബിൾ ആയിക്കൊണ്ട് അവരവിടെ പാട്ട് പാടുകയാണ്. ദേ വേർ ഇൻ ദ ഹ്യൂമൻ റേസ്. കാരണം എന്താണെന്നറിയോ, അവർ മനുഷ്യവർഗമല്ല. മനുഷ്യർക്കാണ് അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തത്. ദേ വേർ ഇൻ ദ ഹ്യൂമൻ റേസ്. പലപ്പോഴും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള ഒരു എന്താ പറയുക, അതിനുള്ള ഒരു വോയിസ് പോലും അവർക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ പല രാജ്യങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് ഒക്കെ നമുക്കത് കാണാൻ പറ്റും. ഡ്രീംഡ് ഐ സോ എ ബിൽഡിംഗ് വിത്ത് 1000 floors, 1000 window and 1000 doors. ഞാൻ കാണുന്നത് ബിൽഡിംഗ് വിത്ത് 1000 floors, ആയിരക്കണക്കിന്. അത് അവിടെ ഒരു ഹൈപ്പർബോളാണ്, എക്സാഗ്രേഷൻ എന്നറിയില്ലേ. 1000 ഒരുപാട് ആയിരക്കണക്കിന് നിലകളിലെ ബിൽഡിംഗ് നമ്മൾ കാണുന്നു. പക്ഷേ അവിടെ നിന്ന് എന്തില്ല, 1000 windows and 1000 doors. No one of them was ours. അതിലാരും നമ്മുടെ ആളുകളല്ല മൈ ഡിയർ. നോട്ട് വൺ ഓഫ് ദം വാസ് അവേഴ്സ്. എന്ന് വെച്ചാൽ ജ്യൂസായിട്ട് ആരും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ദെൻ സ്റ്റുഡ് ഓൺ എ ഗ്രേറ്റ് പ്ലെയിൻ ഇൻ ദി ഫോളിങ് സ്നോ. ഫോളിങ് സ്നോ എന്ന് പറയുന്നത് കോൾഡ്നെസ് ആണ്. അപ്പോൾ നമ്മൾ പല പാട്ടിലും നമ്മൾ കാണുന്ന ഒരു ഇമേജാണ് ഈ ഒരു സ്നോ എന്ന് പറയുമ്പോൾ കോൾഡ്നെസ് ആണ്, മരവിപ്പ്, ഹൃദയം ഉപയോഗിക്കാത്തൊരവസ്ഥ, അതാണ് ഉദ്ദേശിക്കുന്നത്. Stood on a great plain in the falling snow. 10,000 soldiers marched to and fro. 10,000 എന്ന് പറയുമ്പോൾ അതും ഒരു ഹൈപ്പർബോൾ തന്നെയാണ്, എക്സാഗ്രേഷനാണ്. ദ സോൾജേഴ്സ് മാർച്ച്ഡ് ടു ആൻഡ് ഫ്രോ. അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈ പിന്നെ എന്താ പറയുക, നാസി ഗവൺമെൻറ്റിൻ്റെ മിലിറ്ററിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരങ്ങ് നടക്കുകയാണ്. ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ. അവർ സെർച്ച് ചെയ്യുന്ന എന്താണ്, മൈ ഡിയർ, ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ. എന്നെയും നിന്നെയുമാണ് അവർ ശ്രദ്ധിക്കുന്നത്. വെച്ചാൽ ജ്യൂസിനെയാണ് അവർ നോക്കുന്നത്, ജ്യൂസിനെയാണ് അവർക്ക് വേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് അവർ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയട്രിയിൽ നമുക്ക് ഉടനീളം കാണാൻ പറ്റുന്നത് ദ പെർസിക്യൂഷൻ, സഫറിങ്സ് ഓഫ് ദി ജ്യൂസ്, എസ്പെഷ്യലി ഇൻ ദി നാസി ജർമ്മനിയിൽ ജ്യൂസ് നേരിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പ്, ഹോളോകോസ്റ്റ്, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്തും അവിടേക്ക് അവർ കേട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, റെഫ്യൂജി ബ്ലൂസ്, ഒരു ലമെൻറ്റിങ്, ഒരു വിലാപ കാവ്യമായിക്കൊണ്ട് എന്താ പറയുക, അങ്ങനത്തെ ഒരു ടോണിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യായിരുന്നു WHO. ഓക്കെ, താങ്ക് യു.